ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഇന്ന് കുറച്ച് വൈകി. കുറച്ച് ഭഗവാന്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി, ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, ജയോ യമുനാതീരവനചാരി, ജയോ കുഞ്ച വിഹാരി, ജയോ യമുനാതീരവനചാരി, ജയോ കുഞ്ച വിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈർനഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം. ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം. ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗരരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം अर्जुनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितं. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने आचार्यपादाय निताय कृपप्रदायिने गौरगदादामदाय नगरगिरां तज. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे विशेषशून्यवादी पश्चाच्युतीश्वतारि. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवार्षमानवी देवी दयिताय कृपां ते कृष्णसम्बन्ध विज्ञानदायिने प्रभवे नमः. माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानिध भक्तिदा श्रीगौरकरुणा शक्तिविग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते दीनदारिणे रूपानिध वृतव सिद्धान्तद्वन्द्वहारिणे. नमो गौरकिशोराय साक्षात् वैराग्यमूर्ते विप्रलम्बसान्दूते पादाम्बुजाय. नमो भक्ति विनोदाय सच्चिदानंदनामिने गौरशक्तिस्वरूपाय रूपानुगमराय गौराविर्भाव भूमेशं निर्देश सज्जन प्रिय वैष्णव सर्वभौम श्री जगन्नाथ. नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नामिने गौरतुसे नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं.
हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकांत राधाकांत नमोस्तुते। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते। चेतां सुरतो पङ्गोर्मम मन्दमदीर्घतिमत्सर्वस्य पादाम्बोजो राधामदनमो दिव्यतुरन्दारण्यगर्भद्रुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवपृष्ठानपि सेव्यमानो स्मरामि। श्रीमन्दासरसारम्भि वंशीभरतरस्थितकर्षन् वेणुस्वनेर्गोपीर्गोपीनाथश्रीस्तम तप्तकाञ्चनगौराङ्गिराधे वृन्दावनेश्वरि वृषभानुसुते प्रणमामि। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर शिवासदि गौरभक्तः। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर शिवासदि। हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे मुगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് സത്സംഗം ആരംഭിക്കാം. ക്ഷമിക്കണം, ഇന്ന് കുറച്ച് വൈകി. ഭഗവാന്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം ബ്രഹ്മദേവന്റെ സ്തുതികളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ബ്രഹ്മസ്തുതി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ബ്രഹ്മസ്തുതി. കഴിഞ്ഞ സത്സംഗത്തിൽ, ഇന്നലത്തെ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബ്രഹ്മദേവൻ പറയുന്നു, ഭഗവാന്റെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും താല്പര്യമില്ലാത്ത ഭക്തജനങ്ങൾ, താല്പര്യമില്ലാത്ത വ്യക്തികൾ, എല്ലാവരും ഭക്തരാണ്, അവർ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അന്നേരം ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത അഭക്തരായിട്ടുള്ള വ്യക്തികൾ അവർ എപ്പോഴും ഘോര കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഘോരകർമ്മം എന്ന് പറഞ്ഞാൽ ലാഭം വളരെ ചെറുതായിരിക്കും, പ്രയോജനം ഒന്നും തീരെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇന്റർനെറ്റും ടെക്നോളജിയും ട്രാവലിങ്ങും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവായി, റോഡൊക്കെ ഇമ്പ്രൂവായി. അന്നേരം പണ്ടത്തെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ നമുക്കതൊക്കെ വിചാരിക്കും അത് പണ്ടത്തെയൊക്കെ ഒരു പുരോഗമനമൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു എന്ന്, ട്രാവലിങ്ങിനുള്ള ഇതൊന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാവലിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ലഭ്യമാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ട്രാവലിംഗ് ചെയ്യേണ്ടത്? കൂടുതലും വൈശ്യരും ക്ഷത്രിയരും മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ. പിന്നെ സാധുജനങ്ങളും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി. ബാക്കിയുള്ള ജനങ്ങൾ അവരവരുടെ സ്ഥലത്ത് തന്നെ ഗൃഹസ്ഥ ജീവിതം, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൃഷിസ്ഥലം കാണും, കുറച്ച് പശുക്കൾ കാണും, അന്നേരം അല്ലെങ്കിൽ പിന്നെ ചില വ്യക്തികൾ എന്തെങ്കിലും പോയി വ്യവസായം ചെയ്യും. അതിലെല്ലാം ഭംഗിയായിട്ട് നടന്നു പോവുകയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സ്ഥലത്ത് തന്നെ എല്ലാം ലഭ്യമാക്കാൻ നമുക്ക് പറ്റത്തില്ല. കുറേ ബുദ്ധിമുട്ട്, എല്ലാവർക്കും തൊഴിലവസരങ്ങളില്ല, ഒരുപാട് അൺഎംപ്ലോയ്മെന്റ്സ് വരുന്നു. കാരണം എല്ലാവർക്കും പണക്കാരനാകാനുള്ള ആഗ്രഹമാണ്, എല്ലാവർക്കും പണക്കാരനാണ്. പക്ഷെ നേരത്തെ എങ്ങനെയായിരുന്നു? വൈശ്യര് മാത്രമായിരുന്നു ധനം സമ്പാദിക്കുന്നത്. ആ ധനം അവരുടെ ഇൻകം, അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റിൽ നിന്നും, ലാഭത്തിൽ നിന്നും പകുതി ടാക്സായിട്ട് രാജാവിന് കൊടുക്കുമായിരുന്നു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്യും? സാധുജനങ്ങൾക്കും ബാക്കിയുള്ള പ്രജകൾക്കും ഒരു കുറവും വരാത്ത രീതിയിൽ എല്ലാവരും പട്ടിണി കിടക്കാതെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല താമസിക്കാൻ ഒരു മിനിമം റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാവർക്കും എല്ലാം ലഭ്യമാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് ആർത്തി കൂടുതലാണ്, അതുകൊണ്ട് എല്ലാം പിടിച്ചു വെക്കുകയാണ്. തമ്മിൽ പോരാട്ടമാണ്. എൻ്റെ കയ്യിൽ, ആരുടെ കയ്യിൽ കൂടുതൽ കാശ് കൂട്ടി വെക്കാം, മറ്റെല്ലാവരെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കാശ് എൻ്റെ കയ്യിൽ വേണം,
ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് എൻ്റെ കീഴിൽ വേണം. അങ്ങനെയാണ് ഇന്നത്തെ ആൾക്കാർ കൂടുതലും ചിന്തിക്കുന്നത്. എന്ത് ചെയ്യണം, നിർഭാഗ്യവശാണ്. അന്നേരം ഇതിന്റെ കാരണം എന്താണ്? ഉള്ളിലുള്ള ആർത്തിയും ആക്രാന്തം. അതിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉദിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ആ ഒരു ബോധം വരണമെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം. അന്നേരം അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ അവരെന്ത് ചെയ്യും? എപ്പോഴും ഘോര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അഹനീ അപ്രതാർത്ഥ കാരണ നിശയന നാനാമനോരഥ്യക്ഷണഭഗ്ന നിദ്ര ദൈവാതാർത്ഥരചന ഋഷയോബി ദേവ യുസ്മത് പ്രസംഗ വിമുഖ സംസാരണി. ആഹതി, പകൽ സമയം അവരെന്ത് ചെയ്യുന്നു? ആപൃത, അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തില്? ആർത്ഥ, ഏറ്റവും ദുഃഖം തരുന്ന പ്രവർത്തികൾ. കാരണ നിഷി, രാത്രിയിൽ എന്ത് ചെയ്യുന്നു? നിശയന, അവർക്ക് ഉറക്കം കിട്ടത്തില്ല. നാനാ മനോരഥ ധിയ, പല പല മനോസങ്കല്പങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നു. ക്ഷണഭഗ്ന നിദ്ര ദൈവ ആഹത അർത്ഥ, എപ്പോഴും അവർ ക്ലേശത്തിലാണ്. കാരണം എന്താ? അവരുടെ എല്ലാ തരത്തിലുള്ള പ്ലാനുകളും തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. രചന ഋഷയ അഭിദേവ യുഷ്മ പ്രസംഗ വിമുഖ ഇഹ സംസാരണി. അന്നേരം ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ടെൻഷനിലായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ല. കാരണം അവരുടെ സന്തോഷം ഇത് പിടിച്ചു കിട്ടുന്നതിലും ഇത് വെട്ടിപ്പിടിക്കുന്നതിലും അത് വെട്ടിപ്പിടിക്കുന്നതിലുമാണ്. അല്ലാതെ ഭഗവാനെ കുറിച്ച് കേട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, നമ്മുടെ ബോധത്തിനനുസരിച്ചാണ് നമുക്ക് ആസ്വാദനം തോന്നുന്നത്. താഴ്ന്ന ബോധത്തിലുള്ള വ്യക്തികൾക്ക് താഴ്ന്ന വിഷയങ്ങളിലായിരിക്കും ആസ്വാദനം കാണുന്നത്. ഇന്ദ്രിയാസ്വാദനം, ആ ശരീര സംബന്ധമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തി. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു, IIT കോളേജ് പോലെ. അന്നേരം ആ അഡ്മിഷൻ എടുത്ത് ആ കോളേജിൽ കയറിയതിന്റെ ഉദ്ദേശം എന്താണ്? നന്നായി പഠിച്ച് അവിടെ നന്നായി പാസ്സായി നല്ല അറിവുകൾ നേടിയെടുക്കുക എന്നതാണ്. പക്ഷെ അതിന് പകരം ഒരു കുട്ടി അവിടെ ചെന്നിട്ട് ഭക്ഷണത്തിലും ഉറക്കത്തിലും മാത്രം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കറങ്ങി നടക്കാനും ജോളിയായിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മണ്ടത്തരമല്ലേ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് മാസം തോറും ഒരു ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണ്ടേ? നമ്മൾ അത് ജോലി ചെയ്തില്ല എങ്കിൽ, നമ്മൾ തിന്നും ഉറങ്ങിയും കുടിച്ചും കറങ്ങിയും ജീവിക്കുകയാണെങ്കിൽ അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാനുള്ളതല്ല. കർത്തവ്യങ്ങളുണ്ട് നമുക്ക്. എന്താണ് ആ കർത്തവ്യം? നമ്മുടെ വയറ് നിറയ്ക്കുക, നമ്മുടെ ബന്ധുക്കളുടെ വയറ് നിറയ്ക്കുക. ഇന്നത്തെ ദിവസവും വയറ് നിറയണം, നാളത്തെ ദിവസവും വയറ് നിറയണം. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാവരുത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീടുണ്ടായിരിക്കണം, ലക്ഷറിയസ് ലൈഫായിരിക്കണം, നല്ലൊരു ഏറ്റവും വില കൂടിയ കാറുണ്ടായിരിക്കണം. ഇതൊക്കെ ശരീരത്തിന് സുഖം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ശരീരം എപ്പോഴും നമുക്ക് ക്ലേശം നൽകിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഈ ശരീരത്തിന് സുഖം നൽകുന്നോ അത്രത്തോളം ക്ലേശവും ഈ ശരീരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. കാരണം എന്താ? രോഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യും, മരണം നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ആരും അറിയുന്നില്ല, എന്തോ ആവട്ടെ, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ജീവിക്കാം. അവരുടെ ജീവിതത്തെ ന്യായീകരിക്കാൻ പറ്റും, അവരുടെ കർത്തവ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ബുദ്ധിയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ കർത്തവ്യങ്ങളെ നിറവേറ്റുക, പക്ഷെ അതിനോടൊപ്പം ആത്മസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ അറിയാൻ പറ്റൂ. നമ്മളെ അറിയാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ കുറച്ചെങ്കിലും അറിയാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടതും ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു,
ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ, ഭഗവാന്റെ നാമം ജപിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ഘോര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പകൽ സമയങ്ങളിൽ. എന്നിട്ട് മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, ഇതെനിക്ക് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, അതെനിക്ക് വേണം, ഇത് വേണം. ഇങ്ങനെ കിട്ടാത്തതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി കിട്ടിക്കഴിഞ്ഞാലോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. ഇനി അവരാഗ്രഹിക്കുന്ന പോലെ സാധനം കിട്ടുന്നില്ല എങ്കിൽ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ആൾക്കാർ ജീവിക്കുന്നു. ഇത് തന്നെയാണ് ആൾക്കാരുടെ ജീവിതം, അല്ലെ? കറക്റ്റ് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ എന്തായിരിക്കും? പകൽ സമയങ്ങളിൽ ഇത് കിട്ടണം, അത് കിട്ടണം, ഇത് നേടിയെടുക്കണം, അത് നേടിയെടുക്കാം എന്നാണ്. ഇനി അത് നേടിയെടുത്താലോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. ഇനി കിട്ടിയില്ലെങ്കിലോ കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ. അന്നേരം ഈ 3 രീതിയിലാണ് ഇന്ന് ഈ ലോകത്തിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത്. അന്നേരം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം. അലസതയിൽ ജീവിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ലക്ഷ്യമൊക്കെ വേണം. അതൊക്കെ നല്ലതാണ്. പക്ഷെ ആ ലക്ഷ്യം എന്താണ്? നമ്മുടേതായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനമാണോ നമ്മുടെ ലക്ഷ്യം? എങ്കിൽ പിന്നെ അതിൽ അധികം നമുക്ക് ലാഭമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് യഥാർത്ഥ നേട്ടമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ യഥാർത്ഥ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ്. ബാക്കി ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിലൊന്നും അത്ര വലിയ കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ, ഭഗവാന്റെ നാമം ജപിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ഘോരകർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, ഘോരം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതയെ പോലെ വർക്ക് ചെയ്യുക. കഴുത നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇഷ്ടം പോലെ ലോഡിങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല. അവസാനം കിട്ടുന്ന എന്താ? കുറച്ച് പുല്ല് മാത്രം. ആ പുല്ല് ആ കഴുതയ്ക്ക് എവിടെ പോയാലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കഴുതുകളെ പോലെയാണ് ഇന്നത്തെ ആൾക്കാർ ഒരു കാര്യമില്ലാതെ ലോഡ് ചുമന്നുകൊണ്ടേയിരിക്കുക, ഒരാവശ്യമില്ലാതെ. എന്നിട്ട് ഈ ലോഡ് ചുമന്ന് നടുവൊടിയുമ്പോൾ ആർക്കും വേണ്ടാതെ എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കേണ്ടി വരും. എന്നാലും നമ്മളിങ്ങനെ കഴുതകളെ പോലെ ജോലി ചെയ്യാതെ, ഇനി മടി പിടിച്ചിരിക്കാതെ, അലസതയോടുകൂടി ഇരിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. കർത്തവ്യങ്ങൾ നിറവേറ്റണം അലസതയില്ലാതെ. പക്ഷേ ബുദ്ധിയില്ലാതെ വെറുതെ കഴുതയെ പോലെയും ജോലി ചെയ്യാൻ പാടില്ല. നമുക്കൊരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കണം. അല്ലാതെ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ഈ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? വലിയ വലിയ ഋഷിമാർ പോലും അങ്ങയുടെ അതീന്ദ്രിയ കാര്യങ്ങളെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെന്താവും? അവരും ഈ ഭൗതിക ലോകത്തിൽ പെട്ടുകിടക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഞാൻ സത്സംഗത്തിൽ പറയുന്ന ഒരു കാര്യം, എല്ലാ ആചാര്യന്മാരും പറയുന്ന കാര്യം ഇതാണ്, എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ശരീരമല്ല. നമ്മൾ ഈ ശരീരമാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു? ഇനി ശരീരം നശിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നു? എവിടെ നിന്ന് വന്നു? കാരണം നമുക്ക് നന്നായി അറിയാം, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ജനിച്ചപ്പം മുതലല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ അകത്തട്ടിൽ എവിടേക്കോ ഇതിനു മുമ്പേ ഉള്ള കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ മനസ്സിൽ എവിടെയോ ഉണ്ടെന്ന് നമുക്കറിയാം. പല പല സയന്റിഫിക് റിസർച്ചുകളും നടത്തിയിട്ടുണ്ട് റീഇൻകാർണേഷനെ കുറിച്ച്, പുനർജന്മത്തിനെ കുറിച്ചൊക്കെ. എന്നാൽ അതൊക്കെ യാഥാർത്ഥ്യമാണ്. പൊതുവെ പണ്ടത്തെ സിനിമകളിലൊക്കെ പുനർജന്മം നടന്നു പറയുമ്പോൾ വലിയ അത്ഭുതത്തോടു കൂടി ഈ വ്യക്തിയുടെ പുനർജന്മമാണ് ഇത്. അന്നേരം പുനർജന്മം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ടല്ല കണ്ടത്. എല്ലാവരും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്ന പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സിദ്ധി ലഭിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമ്മളെല്ലാവരും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരഭിജനനം, മരണം. വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ അത്ഭുതമൊന്നുമില്ല, അത് വലിയ കാര്യമില്ല. വീണ്ടും ജനിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജനിച്ച് വീണ്ടും വീണ്ടും മരിച്ച്
നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഇതിൽ നിന്നൊരു രക്ഷയാണ് നമുക്ക് വേണ്ടത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ കർത്തവ്യങ്ങളോടൊപ്പം തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഒരു ഭക്തൻ പറയുന്നു, സ്വാമിജി, നമ്മൾ ആത്മാവിലെ കാണുന്നില്ലല്ലോ, ശരീരത്തെ അല്ലേ കാണുന്നത്, അതുകൊണ്ടാണ്. അത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ട് കണ്ട് ശീലിച്ചു പോയല്ലോ. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ ആരാണെന്ന് അതൊരു യാഥാർത്ഥ്യമല്ലേ? ഒരാൾക്ക് അറിവില്ല എന്നതിൻ്റെ അർത്ഥം അത് യാഥാർത്ഥ്യമല്ല എന്നല്ലല്ലോ. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, ഉണരണം. നമ്മളിപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്, എന്നിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാണെന്ന് പറയുന്നു. എന്നിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, അവർക്കൊരിക്കലും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഉണരണ്ടേ? അല്ലാതെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്കാണ്, എനിക്കൊന്നുമല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാഭം നിങ്ങൾക്ക്, മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ബെനിഫിറ്റ് നിങ്ങൾക്ക്, നഷ്ടം നിങ്ങൾക്ക്. അഥവാ മനസ്സിലാക്കിയില്ല, ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് പറയുക എന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഫോളോ ചെയ്യുക വേണ്ടാത്തത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പൊ സ്കൂളിൽ ടീച്ചറിന് പഠിപ്പിക്കാനേ പറ്റൂ. സബ്ജക്റ്റ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അന്നേരം അത് മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഫോളോ ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതായത് പഠിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റുഡൻസിൻ്റെയാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ നന്നായി മുന്നേറും ജീവിതത്തിൽ. അല്ലാത്തവർ പുറമേ തന്നെ ഇങ്ങനെ കിടക്കുന്നുള്ളത്. അതേ ക്ലാസ്സിൽ തന്നെ വീണ്ടും 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 ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ജീവിതാന്ത്യ വേളയിൽ പുനർജന്മം വരാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അത് നമ്മുടെ കർത്തവ്യം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടുമോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കണം. അന്നേരം ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. ജപിക്കാൻ മടി, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ മടി, താല്പര്യമില്ല, വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ കഴിയുക? നമ്മൾ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും കൂടുതൽ തപശ്ചര്യകൾ ചെയ്യണം ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അലസതയോടുകൂടി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 11ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. അതുകൊണ്ട് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നു, അങ്ങയുടെ ഭക്തർ എത്ര ഭാഗ്യശാലികളാണ്. കാരണം എന്താ? അങ്ങയെക്കുറിച്ച് കേട്ട് കേട്ട് അവരുടെ ഹൃദയം പരിശുദ്ധമായി, അവരുടെ ഹൃദയത്തിൽ അങ്ങ് എപ്പോഴും ഇരിക്കുന്നുണ്ട്. അങ്ങയുടെ ഭക്തരോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങ് എപ്പോഴും അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തിൽ അവരുടെ മുമ്പിൽ ദർശനം നൽകുന്നത്. അന്നേരം ഭഗവാന്റെ രൂപം അതീന്ദ്രിയമാണ്. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായിട്ട്. നമുക്ക് നമ്മുടെ ആത്മാവിനെ പോലും ഈ ഇന്ദ്രിയങ്ങൾ വെച്ച് കാണാൻ കഴിയില്ല. അന്നേരം ഈ പരമാത്മാവായ ഭഗവാനെ നമുക്ക് എങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങൾ വെച്ച് കാണാൻ കഴിയുന്നത്? നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ട് കണ്ട് ശീലിച്ചു പോയി. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കണ്ട് കണ്ട് ശീലിച്ചു പോയി. അതുകൊണ്ട് നമുക്ക് അതിനപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണിനൊരു റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഓരോ മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങളുടെയും കാഴ്ച ഡിഫറെൻ്റ് ആണ്. അവര് എല്ലാം നമ്മൾ നിറങ്ങളെ കാണുന്ന പോലെ എല്ലാ മൃഗജാലങ്ങൾക്കും കാണാൻ പറ്റത്തില്ല. അവര് ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. എല്ലാത്തിനെയും പല പല രീതിയിലാണ് അവരെല്ലാത്തിനെയും കാണുന്നത്. ഒരു ഉറുമ്പിന്റെ നോട്ടം, ഒരു ആനയുടെ നോട്ടം, എല്ലാ ജീവജാലങ്ങളുടെയും കാഴ്ച ഡിഫറെൻ്റ് ആണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ മനുഷ്യ കണ്ണ് വെച്ച് കാണുന്നതും യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് കാണാനുള്ള അർഹതയാണ് നമുക്കുള്ളത്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനപ്പുറത്തായിട്ടൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ശരീരത്തിന്റെ കണക്ഷനിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഈ ശരീരമായിട്ട് നമ്മൾ കണക്ട് ആവുന്നത് ബോധത്തിലൂടെയാണ്. അന്നേരം ശരീരബോധത്തിൽ നിന്നും പുറത്തു വന്നെങ്കിൽ മാത്രമേ
ആത്മാവ് ആത്മീയ അവബോധത്തിൽ ഇരിക്കുമ്പോഴേ കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാനും ഗ്രഹിക്കാനും കഴിയും. ഒരു മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണും. പച്ച കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം പച്ചയായിട്ടേ കാണും. നീല കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം നീലയായിട്ടേ കാണും. അതേപോലെ ആ കണ്ണട ഊരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ കേട്ട് ഒരു ഭക്തൻ ഹൃദയത്തെ പരിശുദ്ധീകരിച്ച് ആ ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴും അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങ് അങ്ങയുടെ ഭക്തരോട് എപ്പോഴും കാരുണ്യം കാണിക്കും. അതുകൊണ്ടാണ് അങ്ങ് അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രകടമാകുന്നത് എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താൽ ഒന്നും കൂടെ നമ്മൾ അത് ചർച്ച ചെയ്യാൻ പറയുന്നു. ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇത് എപ്പോഴാ ബ്രഹ്മദേവൻ പറയുന്നത്? സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ വന്നതിന് ശേഷം അദ്ദേഹം ചുറ്റും കാണുന്ന കാഴ്ചകൾ, ആദ്യം മൊത്തത്തിൽ ഇരുട്ടായിരുന്നു, വലിയ കാറ്റു അടിക്കുകയായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം തപസ് ചെയ്തു. ഹൃദയത്തിൽ നിന്ന് ശബ്ദം കേട്ടു. ഭഗവാൻ പറഞ്ഞു തപസ് ചെയ്യുമെന്ന്. അങ്ങനെ അദ്ദേഹം തപസ്യ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ താല്പര്യമില്ല, പക്ഷെ എന്നിട്ടും ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരു ഉയർന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടി. താല്പര്യമില്ലാത്ത കാര്യം ഒരു ഉയർന്ന ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. ജപം ഏറ്റവും വലിയ തപമാണ്. ജപത്തെ പോലൊരു തപസ്യ ഈ ലോകത്ത് വേറെയില്ല. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ ഇരുന്നിട്ട് വ്രതം എടുക്കാൻ പറ്റും. പക്ഷെ അതത്ര വലിയ കാര്യമില്ല. ചിലപ്പോൾ ഒറ്റ നിപ്പ് നമുക്ക് നിൽക്കാൻ പറ്റും. ഹിമാലയത്തിലെ യോഗികളെ പോലെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് വസ്ത്രമൊന്നും ഇല്ലാതെ ഭക്ഷണമൊന്നും ഇല്ലാതെ നമ്മൾ യോഗ പരിശീലിക്കുന്നതിലൂടെ ആ ഒരു സിദ്ധി കരസ്ഥമാക്കി അവിടെ ധ്യാനത്തിലിരിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഏറ്റവും വലിയ തപസ്യ എന്ന് പറഞ്ഞാൽ ജപമാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്ന ആ തപസ്യക്ക് തുല്യം വരത്തില്ല. 12 വർഷം ഹിമാലയത്തിൽ പോയിരുന്ന് ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ വായു പോലും ശ്വസിക്കാതെ അവിടെ ഇരിക്കുന്നതിനും അപ്പുറത്താണ് ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് തള്ളുകയാണെന്ന്. പക്ഷെ സത്യമാണ്, പരമാർത്ഥമാണ്. ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയാം. ജപമാലയിൽ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നതും 12 വർഷം ഹിമാലയത്തിൽ പോയി ഇരുന്ന് തപസ് ചെയ്യുന്നതും നമുക്ക് ഉപമിക്കാൻ പോലും പറ്റത്തില്ല. ഒരു മാല ഒരു മന്ത്രത്തിന്റെ അടുത്ത് വരത്തില്ല 12 വർഷമുള്ള തപസ്യ. അന്നേരം നിത്യേന 16 മാല ജപിക്കുന്നവർക്ക് ഹിമാലയത്തിൽ പോയി ഒറ്റക്കാലം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആർക്കും ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിലൂടെ നമ്മൾ അഹങ്കാരം കൂടുന്നതല്ലാതെ വേറൊരു പ്രയോജനമില്ല. നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ കിട്ടും, കാറ്റിൽ പറക്കാനും അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടക്കാനും. ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരെ ഇത് ബോധ്യപ്പെടുത്താൻ നോക്കും. എനിക്ക് സിദ്ധിയുണ്ട്, നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ മനസ്സ് വായിച്ച് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മുടെ മനസ്സിനെ ആദ്യം വായിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സാണ് എന്ന് പോലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, ഞാനല്ല എന്റെ തീരുമാനം എടുക്കുന്നത്, എന്റെ മനസ്സാണ് തീരുമാനം എടുക്കുന്നത്, എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിച്ചേ പറ്റൂ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സിദ്ധി ലഭിച്ചിട്ട് എന്ത് കാര്യം? ചില വ്യക്തികൾ ഈ ഹിമാലയത്തിലുള്ള വലിയ നാഗബാബാജിമാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകർഷകവും ഭയങ്കര സിദ്ധി എന്തൊക്കെ ഉണ്ട്. കാരണം വസ്ത്രം ഒന്നും ഇടത്തില്ല, ഒരു കൗബീനി ഇട്ട് കഴിഞ്ഞാൽ. അല്ല, കൗബീനി ഇടുന്ന എല്ലാവരും വലിയ യോഗികളാണെങ്കിൽ പിന്നെ എന്തോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും വസ്ത്രം ഊരി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യോഗികളാവും. വസ്ത്രം ഇടാത്ത എല്ലാവരും യോഗികളാണെങ്കിൽ പിന്നെ എന്തുവായിരുന്നു? വസ്ത്രം ഇടാതിരിക്കുന്നതിലോ ഒരു കോപീനം ധരിക്കുന്നതിലോ അല്ലെങ്കിൽ പിന്നെ കുറെ കാവി കൊണ്ട് പുതയ്ക്കുന്നതിലോ അല്ല ഒരാളുടെ സിദ്ധി. അവരുടെ ഉള്ളിലുള്ള വികാരങ്ങളെ എത്രത്തോളം നിയന്ത്രിച്ചു, അവരുടെ ബലഹീനതകളെ എത്രത്തോളം മറികടന്നു എന്നിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവരെത്ര അഭിനയിച്ചാലും അവർക്ക് നല്ലപോലെ അറിയാം അവർ ഏത് അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ തപസ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമജപമാണ്. തപസ്യ എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, പക്ഷെ എന്നിട്ടും നമ്മൾ ജപിക്കുന്നത് എന്തിനു വേണ്ടി? ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി, ഉയർന്ന ലാഭത്തിന് വേണ്ടി. ഉയർന്ന ലാഭം എന്താണ്?
14 ലോകങ്ങളിലും പോയാൽ കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഈ ലോകത്തെ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ, നല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കാൻ ആർക്കും പറ്റും. എന്നിട്ട് ആ കാശ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് ഇനിയും ഡബിൾ ആവും. ഇങ്ങനെ എത്ര വേണമെങ്കിലും കോടീശ്വരനാവും, അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ കാശ് കൊടുത്ത് വലിയ വലിയ പൊസിഷൻസ് ഒക്കെ അക്വയർ ചെയ്യാൻ പറ്റും. രാഷ്ട്രീയക്കാരുമായിട്ട് കാശ് കൊടുത്ത് കോണ്ടാക്ട് ഒക്കെ ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ രാഷ്ട്രീയത്തിൽ കയറാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ ലോകത്ത് ഏതൊരു പൊസിഷനിൽ എത്താൻ പറ്റും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ ഈ 14 ലോകങ്ങൾക്കും അപ്പുറത്തായിട്ടുള്ള ആ ഒരു പരമോന്നത അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സിദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ദേവന്മാർ അങ്ങേ ആരാധിക്കുന്നു. ഭഗവാനെ വലിയ സമ്പദ് സമൃദ്ധിയോടുകൂടി അങ്ങേ ആരാധിക്കുന്നു. പക്ഷെ അങ്ങ് അതിൽ സന്തോഷിക്കാറില്ല. എന്തുകൊണ്ട്? അവരെപ്പോഴും അവരുടേതായിട്ടുള്ള സ്വാർത്ഥത അതിന്റെ പുറകിൽ കാണും എന്ന്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവന്മാരുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെയുള്ള താഴ്ന്ന ചിന്താഗതിയോ ആഗ്രഹങ്ങളോ അല്ല, വളരെ ഉയർന്ന ചിന്താഗതിയാണ്. അവരെന്താ ആക്ച്വലി ചെയ്യുന്നത്? ഭഗവാന് വേണ്ടി ഈ ലോകത്തിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നു. പല പ്രാവശ്യവും മറ്റ് മതത്തിലെ ആൾക്കാർ പറയും, ഈ ഹിന്ദു മതത്തിൽ ഒരുപാട് ദേവന്മാരുണ്ട്, നമ്മുടെ ഇതിലാണെങ്കിൽ ഒന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാ മതവും ഒന്ന് തന്നെയാണ്. അല്ലാതെ ഇസ്ലാമിന്റെ മതം വേറെ, ഇസ്ലാമിന്റെ ദൈവം വേറെ, ക്രിസ്ത്യാനിയുടെ ദൈവം വേറെ, ഹിന്ദുവിന്റെ ദൈവം വേറെ, അങ്ങനെയല്ല. ഒരു ദൈവമേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു ദൈവത്തിന്റെ കീഴിൽ പല പല ദേവന്മാർ, അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അന്നേരം ഇസ്ലാമിക മതത്തിൽ ഒരു ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ആ പ്രധാനപ്പെട്ട ദൈവത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ മതത്തിലും അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ 30 കോടി ദേവന്മാരെന്ന് പറയുമ്പോൾ മറ്റ് ഉപദേവന്മാരും എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു ദേവനുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അത് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ കൺഫ്യൂഷൻ, കോൺട്രഡിക്ഷൻസ് ഒക്കെ തോന്നുന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ദൈവം വേറെ, ക്രിസ്ത്യാനിയുടെ ദൈവം വേറെ, ഹിന്ദുവിന്റെ ദൈവം വേറെ, അങ്ങനെയല്ല. ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ, ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. പരമേശ്വർ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം. ഒരേ ഒരു അപ്പനേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ട്. എല്ലാ അപ്പന്റെ അപ്പൻ ഗുരുവായൂരപ്പൻ, എല്ലാ അപ്പന്മാരുടെ അപ്പൻ. നമ്മുടെ യഥാർത്ഥ തന്ത എന്ന് പറയുന്ന ഗുരുവായൂരപ്പനാണ്. അത് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അല്ലേ. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേവന്മാരുടെ ആഗ്രഹങ്ങൾ കുറച്ചും കൂടി ഉയർന്ന ആഗ്രഹങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും അത് ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളായതുകൊണ്ട് ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അതുകൂടാതെ അങ്ങ് എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. എല്ലാവരുടെയും ഹിതചിന്തകനായിട്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇത് തെറ്റാണെന്ന് ഒരു ഉൾബോധം ഭഗവാൻ നൽകുന്നു. പക്ഷെ ആ ഉൾബോധത്തെ നമ്മൾ അവഗണിക്കുമ്പോൾ പിന്നെ ഭഗവാൻ തിരുത്താൻ ശ്രമിക്കാറില്ല. കാരണം എന്താ? നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഭക്തരുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ ഭഗവാൻ ഉള്ളിൽ നിന്ന് കൂടുതൽ പ്രചോദനം നൽകും. ഇത്രയും കാലം നമ്മൾ പോയ വഴി ശരിയല്ല, ഇനിയെങ്കിലും തിരുത്തൂ. ഇവരെയൊക്കെ കണ്ടില്ലേ, ഇവരെയൊക്കെ കണ്ടു പഠിക്കൂ. ഇവര് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്നില്ലേ, നിനക്കും ഇതേപോലെ ജീവിച്ചാൽ പോരെ. ഇത്രയും കാലമുള്ള നിന്റെ ജീവിതം കൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? കുറെ കാശ് വെട്ടിപ്പിടിക്കാൻ നോക്കി, അധികാരത്തിലൊക്കെ എത്താൻ നോക്കി, കുറെ പേരെ ദ്രോഹിച്ചു, കുറെ പേരെ വിഷമിപ്പിച്ചു. ഇതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. ദുഃഖം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, സമാധാനക്കേടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരെ പോലെ, ഭക്തരെ പോലെ, യഥാർത്ഥ ഭക്തർ, അല്ലാതെ ചുമ്മാ ഷോ ഓഫ് കാണിക്കുന്ന ഭക്തരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കൂടുതലും കാപട്യമാണ്. ഇന്ന് കലിയുഗമല്ലേ, കലഹത്തിന്റെയും കാപട്യത്തിന്റെയും സ്ഥലമാണ്. വൃന്ദാവനത്തിൽ വന്നാലും ഈ രണ്ടാൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കലഹിക്കുന്ന ആൾക്കാരും കപടത്തിലുള്ള ആൾക്കാരും കാപട്യം ചെയ്യുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെല്ലാം കലിയുടെ ഏജന്റുകളാണ്, കലിയുടെ സേവകരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കലഹവും കാപട്യവും. ഭക്തിയിലില്ലാത്തവരെ നമ്മൾ കാണുമ്പോൾ അവരെങ്ങനെയായിരിക്കും? കലഹിക്കുന്നവരായിരിക്കും. മുഖത്തൊരു ചിരിയോ സന്തോഷമോ ഒന്നും കാണത്തില്ല. അവരെപ്പോഴും ചീത്തവിളിയും ദേഷ്യവും ഫ്രസ്ട്രേഷനും, ഒരു തനി ഗുണ്ടകളുടെ സ്വഭാവമായിരിക്കും അവർക്ക്. അതാണ് കലഹിക്കുന്നവർ. ഇനി കപട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാണുമ്പോൾ ഭക്തരെ പോലെ ഇരിക്കും. നല്ല ചിരിച്ച മുഖവും സമാധാനപ്രിയരുമായിരിക്കും.
നമ്മളോട് വളരെ മധുരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പുറകിൽ നിന്ന് നമ്മളെ കുത്താൻ തക്കം നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇന്ന് ഈ ലോകത്ത് കലഹവും കാപട്യവും അല്ലാതെ വേറൊന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ യഥാർത്ഥ ഭക്തരെ കാണുമെന്ന് പറഞ്ഞാൽ മഹാസൗഭാഗ്യം, മഹാസൗഭാഗ്യം. സത്യം പറഞ്ഞാൽ ഭഗവാനെ കാണുന്നതിനെക്കാട്ടിയും വളരെ ദുർലഭമാണ് ഭഗവാന്റെ ഒരു ഭക്തനെ കാണാൻ. അതുകൊണ്ടല്ലേ പൂന്താനം നമ്പൂതിരിപ്പാട് പറയുന്നത്, വിഷ്ണു ഭക്തരില്ലേ ഭഗവാനെ ഈ ലോകത്തിൽ? പൂന്താനം ഇത് എഴുതുന്ന സമയത്ത് ആള് ഗുരുവായൂർ വരുന്ന ആളാണ്. ഗുരുവായൂരിൽ എത്രയോ നമ്പൂതിരിമാരുണ്ട്, എത്രയോ ഭക്തരുണ്ട്, എത്രയോ ആൾക്കാർ ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്നുണ്ട്. എന്നിട്ടും പൂന്താനം നമ്പൂതിരിപ്പാട് എന്താ പറയുന്നത്? വിഷ്ണു ഭക്തരില്ലേ ഈ ലോകത്തിൽ എന്നാണ് ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാനും വൃന്ദാവനത്തിൽ വന്നിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ സംഭവമായിട്ടൊന്നും പറയുകയല്ല. ഒരു യഥാർത്ഥ ഭക്തനെ കാണാൻ പറ്റിയിരുന്നു എങ്കിൽ എന്നിങ്ങനെ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുക. ആ ഒരു മഹാവൈഷ്ണവനെ തൃപ്പാദം ഒന്ന് തൊട്ട് നമസ്കരിക്കാൻ ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ ദുർലഭമാണ്, കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏത് സ്ഥലത്ത് വന്നാലും ഇന്ന് കൂടുതലും കലഹവും കാപട്യവും മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇത് തന്നെയാണ് നാരദ മഹർഷിയും ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത് അല്ലേ? കാശി, രാമേശ്വരം, പ്രയാഗ് എവിടെയൊക്കെ പോയി, പക്ഷെ എവിടെയൊക്കെ പോയാലും എല്ലായിടത്തും കലഹവും കാപട്യവും മാത്രമേ കാണുന്നുള്ളൂ. യഥാർത്ഥ ഭക്തരെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനസ്സ് മടുക്കുന്നു എന്ന് പറയും അല്ലേ? ഭാഗവതം മാത്രമേ ഉള്ളൂ ഒരു രക്ഷ. ഭാഗവതവും ഭഗവാന്റെ തിരുനാമ ജപവും അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഭാഗവതവും തിരുനാമ ജപവും ഇതാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്ന യഥാർത്ഥത്തിൽ യഥാർത്ഥ ഭക്തരുടെ ശ്വാസം. ഈ എന്താ പറയുന്നേ, ഈ കൊറോണ സമയത്ത് ചില വ്യക്തികൾക്ക് കൊറോണ വന്നപ്പോഴേ അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പ്രത്യേക ഓക്സിജൻ സിലിണ്ടർ കൊടുക്കേണ്ടത്. അതേപോലെ ശ്വാസം മുട്ടലാണ്, ഞാൻ വെറുതെ പറയില്ല. വൃന്ദാവനത്തിൽ നമ്മൾ വരികയാണെങ്കിലും ഭക്തരുടെ കൂട്ടായ്മയിൽ വരുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. ഞാൻ വെറുതെ പറയില്ല. ഭക്തരുടെ കൂട്ടായ്മയിൽ വരുമ്പോൾ നമുക്ക് ആ ഭക്തൻ പറഞ്ഞു നൽകി മായാദേവിയുടെ ആ ഒരു കർട്ടനൊക്കെ മാറ്റിത്തരും. ഇതാണ് വൃന്ദാവൻ, നിങ്ങൾ ഈ കാണുന്നതല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ മായയുടെ ആ മറയെ മാറ്റിത്തരും. അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമാണ് വൃന്ദാവനം. ആ യഥാർത്ഥ വൃന്ദാവനത്തിനെ നമുക്ക് കാണണമെങ്കിൽ ഭക്തരിലൂടെ മാത്രമേ കാണാൻ പറ്റൂ. എത്ര ടൂറിന് വേണ്ടി വന്നാലും ഒരു ടിക്കറ്റ് എടുത്താൽ ആർക്കാ വൃന്ദാവനത്തിൽ വരാൻ പറ്റാത്തത്? ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും. പക്ഷേ നമ്മൾ എന്താണോ നമ്മുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു എന്താ പറയുന്നേ, ആൾക്കാരുടെ ഇടയിൽ കാണുന്ന എന്താണോ അത് തന്നെയായിരിക്കും നമ്മൾ വൃന്ദാവനത്തിൽ വരുമ്പോഴും കാണുന്നത്. കാരണം നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ അല്ലെ? അത് തന്നെയായിരിക്കും ഇവിടെയും കാണുന്നത്. അന്നേരം നമുക്ക് ഒന്നുകിൽ നമ്മൾ പരിശുദ്ധ ഭക്തരാകുക, അതേ ഉള്ളൂ രക്ഷ. അന്നേരം പരിശുദ്ധ ഭക്തരാകുമ്പോ എങ്ങനെയാണ്? സാരഗ്രാഹി. സാരഗ്രാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? സാരഗ്രാഹി എന്ന് പറഞ്ഞാൽ അവരെവിടെ പോയാലും ഭൗതികതയുടെ ഉള്ളിലുള്ള ആത്മീയത ഇങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് അവരെ ഹംസങ്ങൾ എന്ന് പറയുന്നത്. അരയന്നത്തെ പോലെ പാലും വെള്ളവും ചേർത്തിട്ട് അവരുടെ മുമ്പിൽ കൊടുത്താലും പാല് മാത്രം കുടിക്കും, വെള്ളം അവിടെ തന്നെ കിടക്കും. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ സാരഗ്രാഹിയാകണം നമ്മൾ. അല്ലാതെ അനർത്ഥങ്ങൾ മാത്രം കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് അനർത്ഥം മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ 12ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, അങ്ങ് ദേവന്മാര് വലിയ രീതിയിൽ അങ്ങയെ ആരാധിക്കുന്നുണ്ടെങ്കിലും അതിൽ അങ്ങേക്ക് അത്ര സന്തോഷമൊന്നും ഇല്ല. കാരണം എന്താ? ദേവന്മാരുടെ ഉള്ളിലും ഭൗതിക ആഗ്രഹമുണ്ട്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ സ്ഥാനത്തെത്താൻ വേണ്ടി എത്രമാത്രം പുണ്യം അവർ ആർജിച്ചിട്ടുണ്ടെന്നറിയാം. ഇത്രയും ഒരുപാട് പുണ്യം ആർജിച്ചിട്ടുണ്ട് അവർ.
ഒരുപാട് പുണ്യമുണ്ട്. അത്രയും പുണ്യവാനായിട്ടുള്ള ദേവന്മാരുടെ ആരാധന പോലും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടം പരിശുദ്ധ ഭക്തിയാണ്. പരിശുദ്ധ ഭക്തി അല്ലാതെ വേറൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിന് വേണ്ടി നല്ലൊരു പാൽപ്പായസം നമ്മൾ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. എന്നിട്ട് ആ പാൽപ്പായസം ആ വ്യക്തി കഴിക്കുന്നതിന് മുമ്പേ അതിൽ കുറച്ച് മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? നമ്മൾ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ വ്യക്തിക്ക് കഴിക്കാൻ തോന്നത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാൽപ്പായസം മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അത് വെറുതെയായി. ഇത്രയും ചെയ്തത് വെറുതെയായി. ആ വ്യക്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അന്നേരം ഇതേപോലെയാണ് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനങ്ങളും. അന്നേരം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഓരോ സേവനങ്ങളും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ മണ്ണ് വാരി ഇടുന്നതിന് തുല്യമാണ് ഭൗതിക ആഗ്രഹങ്ങൾ. നമ്മുടേതായിട്ടുള്ള കാമ, ക്രോധ, മോഹ, ലോഭ, മത മത്സരാദികൾ നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ മണ്ണ് വാരി ഇടുന്നതിന് പോലെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നത് ദേവന്മാരുടെ ഭക്തിയിൽ ഭഗവാൻ അത്ര സന്തോഷിക്കാറില്ല. അതുകൂടാതെ അങ്ങ് എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങ് എല്ലാവരോടും കാരുണ്യം കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നത്. അങ്ങ് എല്ലാവരുടെയും ഹിതചിന്തകനാണ്. പക്ഷെ എന്നാലും അഭക്തരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങേ പ്രാപിക്കാൻ കഴിയില്ല എന്നിവിടെ പറയുന്നു. ഇനി 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അഥവാ ഭൗതിക ആഗ്രഹങ്ങൾ ദേവന്മാരുടെ ഭക്തിയിൽ അങ്ങ് സന്തോഷിക്കാറില്ല, എല്ലാവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നിട്ടും അവർക്ക് ഭഗവാൻ അങ്ങേ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതേ സമയത്ത് പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? വൈദിക ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവർ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവർ, അങ്ങേക്ക് വേണ്ടി അതീന്ദ്രിയ സേവനങ്ങൾ എന്താണ്? ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നവർ, അവരെപ്പോഴും ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഭഗവാനെ ദേവന്മാരുടെ ആ ഒരു ആരാധനയിൽ ഭഗവാൻ തൃപ്തിപ്പെടത്തില്ല. പക്ഷേ ഭക്തരാകാൻ ഈ തപസ്യ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തരാകാൻ ശ്രമിക്കുന്നവർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിപൂർണമായിട്ട് പരിശുദ്ധ ഭക്തരായില്ലെങ്കിലും പരിശുദ്ധ ഭക്തരാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവർ, അവരുടെ സേവനത്തിലും ഭഗവാൻ തൃപ്തരാകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഈ സത്സംഗത്തിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ പരിശുദ്ധ ഭക്തരായില്ലെങ്കിലും പരിശുദ്ധ ഭക്തരാകാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഉണ്ട്. എന്തുകൊണ്ടാണ് ആ സംതൃപ്തി, സന്തോഷവും സമാധാനം ലഭിക്കുന്നത്? ഭഗവാൻ നമ്മുടെ സേവനത്തിൽ സന്തുഷ്ടനാണ്. ഭഗവാൻ സന്തുഷ്ടനായതുകൊണ്ട് നമ്മൾ സന്തുഷ്ടനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നു, ഭഗവാന് വേണ്ടി ചെയ്യുന്ന തപശ്ചര്യകൾ, നാമജപം, ഇതിലൊക്കെ അങ്ങ് തൃപ്തനാണ്. ദേവന്മാരുടെ ആരാധനയിൽ അങ്ങ് ചിലപ്പോൾ തൃപ്തനല്ല പരിപൂർണമായിട്ടും. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ഭൗതിക ആഗ്രഹമുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് അങ്ങേ അറിയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ സേവനത്തിൽ അങ്ങ് തൃപ്തനാണ്. അതിലൂടെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ധാർമ്മിക പ്രവൃത്തികൾ ഒരിക്കലും വെറുതെ ആകത്തില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. എത്ര മനോഹരമായിരിക്കുന്നു അല്ലെ ബ്രഹ്മദേവന്റെ സ്തുതി. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശാശ്വത് സ്വരൂപമഹസൈവ നിപീത ഭേദ മോഹായ ബോധ ദിശനായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലേഷു നിമിത്ത ലീലാ രാസയാതേ നമഃ ഇദം ചക്രമേശ്വരായ. ഇവിടെ പറയുന്നു, ആ പരമോന്നതമായ അതീന്ദ്രിയ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് എപ്പോഴും മായയിൽ നിന്ന് മുക്തനായിട്ട് നിൽക്കുന്നു. അങ്ങയുടെ അന്തരംഗ ശക്തിയാൽ
അങ്ങയുടെ ആ അതീന്ദ്രിയ ശക്തിയെ ബുദ്ധിയിലൂടെ ആത്മസാക്ഷാത്കാരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിനു മുമ്പേ പല സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞു, ഭഗവാനെ 3 തലത്തിലായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഭഗവാനെ ബ്രഹ്മജ്യോതിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ നിന്ന് ഉയർന്ന വ്യക്തികൾക്ക് ഭഗവാനെ പരമാത്മാവായിട്ട് സർവ്വവ്യാപിയായിട്ട് നമുക്ക് ദർശിക്കാൻ പറ്റും. ഏറ്റവും പരമോന്നതമായിട്ട് ഭഗവാന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭഗവാനായിട്ട് അറിയുക. ഭഗവാൻ എന്ന് പറയുമ്പോൾ പരമോന്നതനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ തിരിച്ചറിയുക. അതാണ് പരമോന്നത സാക്ഷാത്കാരം. എന്നാൽ ഇവിടെ പറയുന്നു, അങ്ങേ ബ്രഹ്മജ്യോതി എന്നുള്ള രീതിയിൽ സാക്ഷാത്കരിക്കുന്ന വ്യക്തികൾ അവർ ജ്ഞാനമാർഗത്തിലൂടെ, എങ്ങനെ ജ്ഞാനമാർഗം എന്താ? ഈശോപനിഷത്തിന്റെ വഴി, ഉപനിഷത്തുകളുടെ വഴി. ഉപനിഷത്തിന്റെ വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തിൽ എന്താ പറയുന്നത്? അതിൽ ഇത് ഉപനിഷത്തിന്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുവകളെയും മാറ്റിവെക്കുന്നു. ഇത് മായയാണ്, ഇത് മായയാണ്, ഇത് മായയാണ്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് വേർതിരിച്ച് തിരിച്ചറിവ്, ഇത് മായയാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? അങ്ങയുടെ ബ്രഹ്മൻ, അങ്ങയുടെ ആ ബ്രഹ്മ സാക്ഷാത്കാരം. അങ്ങനെ ബുദ്ധിയിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ അങ്ങയുടെ ബ്രഹ്മത്തെ തിരിച്ചറിയുന്ന ഭക്തരുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, അങ്ങയുടെ ലീല മാത്രമാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മദേവനാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത 15ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യസ്യാവതാര ഗുണകർമ്മ വിദംബനാനി നമാനിയേ അസു വിഗമേ വിവശ ഗൃണന്തി തേ അനേക ജന്മ ശമലം സഹസൈവ ഹിത്വാ സംയന്തി അപാവൃതാമൃതം തം അജം പ്രപദ്യേ. അങ്ങയിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും വരുന്നത്. ഞാൻ അങ്ങയുടെ തൃപ്പാദത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അങ്ങയുടെ ലീലകളും അങ്ങയുടെ ഗുണങ്ങളും ഭൗതിക ലോകത്തിലെ ഗുണങ്ങളെ പോലെ തോന്നും, പക്ഷെ അതെല്ലാം അതീന്ദ്രിയമാണ്. അതായത് ഇപ്പൊ ഭഗവാന്റെ രൂപം കാണുമ്പോൾ, രൂപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് നമ്മളെപ്പോലുള്ള ഒരു രൂപം, നമ്മളെപ്പോലെ കയ്യും കാലും കണ്ണും മൂക്കും സംസാരിക്കാനും പറ്റുന്ന ഒരു മനുഷ്യനെ പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഭഗവാൻ ആധ്യാത്മികമാണ്, അതീന്ദ്രിയമാണ്. നമ്മളെ പോലൊരു ഭൗതിക ശരീരമല്ല ഭഗവാന്റേത്. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു വ്യക്തി അങ്ങയുടെ അതീന്ദ്രിയമായിട്ടുള്ള നാമത്തെ അബോധാവസ്ഥയിൽ പോലും, മരണത്തിന്, ജീവൻ വെടിയുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും ആള് ഭഗവാന്റെ തിരുനാമം അബോധാവസ്ഥയിൽ അറിയാതെയെങ്കിലും ജപിച്ചാൽ തന്നെ എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപകർമ്മങ്ങൾ നശിക്കും. അത് കൂടാതെ അങ്ങേ തീർച്ചയായിട്ടും അങ്ങയുടെ അടുത്തേക്ക് എത്തും എന്നാണ് പറയുന്നത്. ആര് പറയുന്നു? ബ്രഹ്മദേവൻ പറയുന്നു. അതായത് അബോധാവസ്ഥയിൽ പോലും ഒരു വ്യക്തി അങ്ങയുടെ നാമം നാവ് കൊണ്ട് ഉച്ചരിക്കുകയാണ്. എപ്പോൾ? ശരീരത്തിൽ നിന്നും ജീവാത്മാവ് പുറത്തു പോകുന്ന സമയത്ത് ഉടൻ തന്നെ അങ്ങയുടെ അടുത്തേക്ക് എത്തും എന്നാണ് പറയുന്നത് ബ്രഹ്മദേവൻ. ഇനി അടുത്ത് പറയുന്നു, ഈ 14 ലോകങ്ങളുടെയും അടിത്തറ എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയാണ്. അടിത്തറയായിട്ടുള്ള ആ മരം അങ്ങ് തന്നെയാണ്, അതിന്റെ വേരും അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എന്നിലൂടെയും മഹാദേവനിലൂടെയും പിന്നെ അങ്ങ് സ്വയവും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. എന്നിട്ട് നമ്മളിലൂടെ ഇനി ഒരുപാട് ദേവന്മാരും വരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു മരത്തിന് എങ്ങനെയാണോ വേരുകളുള്ളത്, ആ വേരുകളിൽ നിന്നും ആ മരം വരുന്നു, പിന്നെ ഒരുപാട് ശാഖകൾ വരുന്നുണ്ട്. അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാര വേരായിട്ടുള്ളത് അങ്ങ് തന്നെയാണ്. അങ്ങയിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മരം, അടിവേരായിട്ടുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ആര് പറയുന്നു? ബ്രഹ്മദേവൻ. എന്തിനാണ് ഭഗവാനെ ഒരു മരമായിട്ട് ഉപമിച്ചിരിക്കുന്നത്? ഈ സൃഷ്ടിയെ ബ്രഹ്മദേവൻ ഒരു മരമായിട്ട് ഉപമിക്കുകയാണ്.
അന്നേരം ഒരു ബീജത്തിൽ നിന്നും എങ്ങനെയാണോ ബീജം പൊട്ടിമുളച്ച് വേര് മണ്ണിന്റെ അടിയിലോട്ട് നല്ല ഡെപ്തായിട്ട് പോയി അതിലൂടെ ആ മരത്തിനെ നിലനിർത്താനുള്ള വളവും വെള്ളമെല്ലാം ആ മരത്തിന് ലഭിക്കുന്നു. എന്നിട്ട് അത് ഒരു തൈയായി പിന്നൊരു ചെടിയായി വളർന്ന് പിന്നെ അതൊരു വൃക്ഷമായിട്ട് മാറുന്നു. എത്ര വലുതായാലും ആ വേരിനെ ആശ്രയിച്ചിട്ടാണ് ആ മരം മൊത്തത്തിൽ നിൽക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അതിന്റെ വേരുകൾ കാണാൻ കഴിയില്ല. വേരുകൾ അടിയിലാണ് ഇരിക്കുന്നത്. ആ വേരാണ് ആ മരത്തെ നിലനിർത്തുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായ അങ്ങേ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അവർക്ക് പുറമേ ഉള്ള ആ മരവും അതിന്റെ ശാഖകളും ഇലകളും പഴങ്ങളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. ഇലയും പൂക്കളും പഴങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതേപോലെയാണ് ഭഗവാനെ അറിയാത്ത വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാനെ തിരിച്ചറിയാൻ കഴിയില്ല. അവർക്ക് ഈ സൃഷ്ടി മാത്രമേ കാണാൻ പറ്റൂ. മാക്സിമം അവർക്ക് ദേവന്മാരുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അങ്ങാണ് ഇതിന്റെ അടിവേര്, അങ്ങാണ് ഇതിനെ നിലനിർത്തുന്നത് എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ഇനി 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമുക്ക് നോക്കാം. ലോകോ വികർമ്മ നിരതാ കുശലേ പ്രമത്ത കർമ്മണി അയം ത്വദ് ഉദിതേ ഭവദർച്ചനസ്വേ യസ്താവതസ്യ ബലവാൻ ഇഹ ജീവിതാശ്വം സത്യശ്ചിനതി അനിമിഷായ നമോസ്തു തസ്മൈ. ഇവിടെ പറയുന്നു, പൊതുവെ മൂഢപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ അതായത് പൊതുവെ ഈ സാധാരണ ജനങ്ങൾ എപ്പോഴും മൂഢപ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ നന്മ എന്താണെന്ന് അവർക്കറിയത്തില്ല. അവരെപ്പോഴും അവരവരുടേതായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുകയാണ്. അല്ലാതെ അങ്ങയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. എത്രത്തോളം കാലം അങ്ങനെയുള്ള മൂഢപ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം കാലം അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നുകൊണ്ടേയിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യേണ്ടവരാണ്? ഭഗവാന്റെ സേവനം ചെയ്യേണ്ടവരാണ്. ഭഗവാന്റെ സേവനം ഒഴിച്ച് വേറെ എന്ത് ചെയ്താലും അതിലൂടെ അവർക്ക് ഒരിക്കലും തൃപ്തി വരാൻ കഴിയില്ല. ഇപ്പൊ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ജോലി എന്താണ്? ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണോ ആള് ചെയ്യേണ്ടത് അത് ആള് ചെയ്യണം. ആ കാര്യം ചെയ്യാതെ വേറെ എന്തൊക്കെ ചെയ്താലും പിന്നെ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് ആസ്വദിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സേവകരായിട്ട് സേവനം ചെയ്യേണ്ടവരാണ് ഭഗവാന്റെ ലോകത്തിൽ. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത്. ഇനി ഇവിടെ വന്നതിന് ശേഷവും ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ഓരോരോ ഭൗതിക കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ദുഃഖവും ക്ലേശവുമായി അനുഭവപ്പെടും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് പ്രാരാബ്ധ കർമ്മങ്ങളിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്തത് കൊണ്ട് കർത്തവ്യം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ക്രമേണ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മരണാന്ത്യവേളയിൽ കൂടുതലും ഭഗവത് സ്മരണയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും. എവിടെ നിന്നാണോ നമ്മൾ വരുന്നത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ കുടുംബജീവിതമൊക്കെ നയിച്ചോളൂ മുന്നോട്ട്. പക്ഷെ അതിനോടൊപ്പം കുറഞ്ഞ പക്ഷം ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ, കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഡെയിലി ഒരു 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ ഏറ്റവും ഉത്തമം. എന്നിട്ട് ഈ ജപത്തിലൂടെ നമ്മൾ ഭൗതിക ലാഭങ്ങളല്ല പ്രതീക്ഷിക്കേണ്ടത്. ഭൗതിക ലാഭം എന്തായാലും നമ്മൾ അറിയിക്കാൻ നമുക്ക് കിട്ടും. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ആരെയും ദ്രോഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് നന്മ ലഭിക്കും. അത് ഇപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പിന്നെയെങ്കിലും ലഭിക്കും. എപ്പോൾ ലഭിക്കുന്നോ അപ്പോഴാണ് നമുക്ക് അർഹതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അല്ലാതെ നമ്മൾ കഴുതയെ പോലെ എത്ര ലോഡ് ചുമന്നിട്ടും കാര്യമില്ല, എത്ര ഓടിയിട്ടും കാര്യമില്ല. അതിലൂടെ നമുക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കും ഇത് കിട്ടിയ സന്തോഷം, അത് കിട്ടിയ സന്തോഷം, പക്ഷെ അത് യഥാർത്ഥത്തിൽ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആയി പോകരുത്. നമ്മൾ ആർത്തിയും അത്യാഗ്രഹവും ഇല്ലാതെ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭാര്യ എന്നുള്ള രീതിയിൽ കർത്തവ്യങ്ങൾ ചെയ്യുക, ഭർത്താവ് എന്നുള്ള രീതിയിൽ കർത്തവ്യം ചെയ്യുക, മക്കൾ എന്നുള്ള രീതിയിൽ കർത്തവ്യം ചെയ്യുക. ഇനി തൊഴിൽ മേഖലയിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുക. പക്ഷെ എല്ലാ ദിവസവും ജപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. 24 മണിക്കൂർ നമുക്കുണ്ട്. ഒരു 24 മണിക്കൂറിൽ നിന്ന് കുറച്ച് സമയം ഭഗവാന് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേരുകൾ നല്ല സ്ട്രോങ് ആവും. ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആവുമ്പോൾ എന്ത് പറ്റും? ഭഗവാനാണ് ഈ സൃഷ്ടിയുടെ ആധാരം. അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ നല്ല സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം മുന്നോട്ട്. വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ചെയ്യാതെ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് എല്ലാം സോൾവ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം സോൾവ് ആകുമ്പോൾ അടുത്ത പ്രശ്നം വരും. ആ പ്രശ്നം സോൾവ് ആകുമ്പോൾ അടുത്ത പ്രശ്നം വരും. ഒരു പ്രശ്നം ഒരിക്കലും സോൾവ് ആകത്തില്ല, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. മുടങ്ങാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ഉള്ള അനുഗ്രഹം, കാരുണ്യം ശ്രീമതി രാധാറാണി എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. പിന്നെ കുറച്ച് ഭക്തർ അഭ്യർത്ഥിക്കുന്നു, അവർക്കും രാധാറാണിയെ കുറിച്ചുള്ള ലീലകൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ സോറി, അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കണം. അത്ര എളുപ്പമല്ല. ശ്രീമതി രാധാറാണിയെ കുറിച്ച് കേൾക്കണമെങ്കിൽ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം. അങ്ങനെ സേവനം ചെയ്യുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ഗോൾഡ് മെമ്പേഴ്സ്. ഇനി സേവനം ചെയ്യാതെ ഗോൾഡ് മെമ്പറായിട്ട് ഇരിക്കുന്ന ഭക്തരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ നിലനിൽപ്പും കണ്ടിന്യൂ ആകണമെങ്കിൽ ഭഗവാൻ വേണ്ടി സേവനം ചെയ്യണം. എന്താണ് സേവനം എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഭഗവാന് വേണ്ടി നാമം ജപിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി മാക്സിമം ശ്രമിക്കുക. അവർക്ക് മാത്രമേ രാധാറാണിയെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവൂ. അല്ലാത്തവർ കേട്ട് സുഖിച്ച് രസിച്ചിങ്ങനെ ഇരിക്കുന്നതല്ലാതെ അവർക്കൊരിക്കലും രാധാറാണിയെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഭഗവാന്റെ സേവനം. കാരണം ഭഗവാന്റെ ലോകത്ത് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്ത വ്യക്തികളാണ്. ആ സേവനത്തെ നിരസിച്ചുകൊണ്ട് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത്. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ നമ്മൾ നമ്മുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടേതെന്നുള്ള കരുതുന്ന ആൾക്കാരുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഭഗവാന് വേണ്ടി ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ രാധാറാണിയെ കുറിച്ച് കേട്ടിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് പരമോന്നതമായിട്ടുള്ള അറിവാണ്. ആ പരമോന്നതമായിട്ടുള്ള അറിവ് ലഭിക്കണമെങ്കിൽ ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹനുമാനെ പോലെ സേവനം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അണ്ണാനെ പോലെങ്കിലും സേവനം ചെയ്യണ്ടേ? ഹനുമാനെ പോലെ സേവനം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അണ്ണാനെ പോലും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവര് കേട്ടിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഭഗവാൻ നമ്മൾ എത്ര ചെയ്യുന്നു എന്നല്ല നോക്കുന്നത്, എത്ര ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് ഒരുപാട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എത്ര ഭഗവാനെ കുറിച്ച് കേട്ടാലും മനസ്സിലാവത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള ഭക്തർക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇനി എൻ്റെ കൂടുതൽ സമയം നൽകൂ. ഞാൻ എന്തോ വലിയ സംഭവമായിട്ട് പറയുകയല്ല, കാരണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ്. അല്ലാതെ പറയുന്നത് ഉഷ്ണഭൂമിയിൽ വിത്തിടുന്ന പോലെയാണ്. മരുഭൂമിയിൽ വിത്തിട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആ കാരുണ്യം കൊടുക്കണം. അതിനാണ് നമ്മൾ ലൈവ് സത്സംഗം വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ എന്താ, ആർക്ക് വേണമെങ്കിലും വന്ന് കേൾക്കാം, പറ്റുന്ന രീതിയിൽ കേൾക്കാം. എന്നിട്ട് ബാക്കി അവിടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്, എത്ര നേരം വേണമെങ്കിലും കേൾക്കാം. കേട്ട് അവർക്ക് പ്രചോദനം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ അവർ ഫോളോ ചെയ്യട്ടെ. ഫോളോ ചെയ്യുന്ന എങ്ങനെ? നാമം ജപിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. കലിയുഗത്തിലെ ധർമ്മം നാമജപമാണ്. നാമം ജപിക്കാത്തവർക്ക് ഭഗവാനോട് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അവരോട് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? നാമം ജപിക്കുക, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. അവർക്ക് മാത്രമേ ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ കഴിയൂ.
ബാക്കി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഭഗവാന്റെ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചേ നമുക്ക് സേവനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് താല്പര്യം കാണുന്നത്? അതുകൊണ്ട് സേവനം ചെയ്യണം. സേവനം ചെയ്യാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. നമുക്ക് ആ യോഗ്യത നേടിയെടുക്കണം. യോഗ്യത നേടിയെടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഒരു ഗുരു ഒരു കാര്യം പറയുമ്പോൾ എന്താണ്, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. എനിക്ക് യോഗ്യതയൊന്നും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക, അത് മണ്ടത്തരമാണ്. യോഗ്യത ഇല്ലെങ്കിൽ ആ യോഗ്യത നേടിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു നല്ല ശിഷ്യര് ചെയ്യേണ്ട കാര്യം. അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നോളൂ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ എത്ര സത്സംഗം കേട്ടിട്ടും ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. വണ്ടി ഒരിക്കലും ഓടിക്കാൻ ശ്രമിക്കുന്നില്ല. അത് വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് കേൾക്കാം, മറ്റുള്ളവർ വണ്ടി ഓടിക്കുന്ന കണ്ട് രസിച്ചു ഇരിക്കാം, എന്നിട്ട് മറ്റുള്ളവർ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പുറകിൽ യാത്രയും ചെയ്യാം. അത് സുഖിമാൻ സ്വഭാവമാണ്, അലസതയാണ്. എന്നിട്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, മറ്റുള്ളവർ സേവനം ചെയ്യുമ്പോൾ അതിനെ കുറ്റവും കൂടെ പറയും. എല്ലാവർക്കും ഭഗവാനെ വേണം, ജപിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ പിന്നെ ഭഗവാനെ വേണ്ട എന്നാണ് അർത്ഥം. അത് രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല. അത് അങ്ങനെ മാതാജി പറയരുത്. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വേണ്ടുന്നവർക്ക് ജപിക്കാൻ പറ്റും. ജപിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരുടെ ഭക്തി കാപട്യമാണ്. മനസ്സിലാക്കുക. ഈ ലോകത്ത് 3 തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ: കലഹത്തിൽ, കാപട്യത്തിൽ, ഭക്തർ. അതുകൊണ്ട് ജപിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു ഭക്തരാണ് ദൈവം ഇതെന്നോട് പറയുന്നത്. എനിക്ക് ഒട്ടും അത് കേൾക്കാൻ താല്പര്യമില്ല. അത് വെറും കള്ളത്തരമാണ്. ജപിക്കാൻ താല്പര്യമില്ല, അതിന്റെ അർത്ഥം ഭക്തിയിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. കാരണം ആരുടെ പേരാണ് നമ്മൾ ജപിക്കുന്നത്? എന്റെ പേര് ജപിക്കാനാണോ ഞാൻ പറഞ്ഞത്? ഭക്തിർ സുദർശൻ സ്വാമിയെ നമഃ എന്ന് പറയാനാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ജപിക്കാനല്ലേ പറയുന്നുള്ളൂ. അതിന് മടിയാണെങ്കിൽ അവർ അവിടെ തന്നെ ഇരിക്കണം. അവർ വേണ്ട ഗ്രൂപ്പിൽ. നമുക്ക് പന്നിക്കൂട്ടങ്ങളെ അല്ല വേണ്ടത്, നമുക്ക് സിംഹക്കുട്ടികൾ മതി. കുറെ പന്നികളെ കൂട്ടാൻ നമുക്ക് താല്പര്യമില്ല. ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ കാര്യം കേൾക്കാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും താല്പര്യമുള്ളവർ മാത്രം മതി. അത് കുറച്ചു പേരായാലും മതി, ഒരു 10 പേരാണെങ്കിലും മതി, ഒരാളാണെങ്കിലും മതി. ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ട്രസ്റ്റ് നിർത്താം. അത്രയേ ഉള്ളൂ. ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ചു പേര് മതി. അല്ലാതെ കുറെ കൂട്ടം ആൾക്കാരെ കണ്ടിട്ട് എന്റെ ശിഷ്യരാണ്, എനിക്ക് 1000, 10,000, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെന്ന് എനിക്കതിൽ താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും കിട്ടാനില്ല. എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഗോലോകത്ത് പ്രത്യേക സ്ഥാനമൊന്നും കിട്ടത്തില്ല. എനിക്ക് എന്തായാലും അവിടെ ഒരു സ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. അത് ഭഗവാന്റെയും രാധാറാണിയുടെയും കാരുണ്യത്തിലിരിക്കും. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. അത് എന്റെ ജപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി എന്റെ കൂട്ടത്തിൽ അവിടെ എത്താൻ താല്പര്യമുള്ള ഭക്തർ ഞാൻ അതിനുള്ള വഴി പറഞ്ഞു നൽകുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവർക്ക് താല്പര്യമില്ല, പോകാൻ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിനും താല്പര്യം. ഇപ്പോൾ ഒരു ആധാർ കാർഡിന്റെ പുതിയൊരു റൂൾ വന്നു എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട്. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്തെങ്കിലുമൊക്കെ. പുതിയൊരു റൂള് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് പാലിക്കണമെന്ന് ഗവൺമെന്റ് റൂൾ വന്നു എല്ലാവർക്കും താല്പര്യം. അത് ചെയ്തേ പറ്റൂ. അന്നേരം പറയാൻ പറ്റുമോ ഞാനിപ്പോ പ്രായമായി, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല? ആവശ്യം വന്നാൽ എല്ലാവർക്കും എല്ലാത്തിനും ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷെ മടി, ഭഗവാന്റെ കാര്യം വരുമ്പോഴത്തേക്ക് മടിയാണ്, അലസതയാണ്, താല്പര്യക്കുറവാണ്. ബാക്കി എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാത്തിനും വേണ്ടി സമയമുണ്ട്. എന്നിട്ട് അവിടെ എവിടെയൊക്കെ സമയം കൊടുക്കുന്നു അവിടെ നിന്ന് തിരിച്ചൊന്നും കിട്ടുന്നുമില്ല, ഒരു തൃപ്തിയില്ല. പക്ഷെ എന്നിട്ടും മണ്ടത്തരെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭഗവാനോട് താല്പര്യമുള്ളവർ മാത്രം. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ ജപിക്കും. ജപിക്കാത്തവർക്ക് ഭഗവാനോട് താല്പര്യമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതാണ് പരമാർത്ഥം. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം എന്താ? അതിലൂടെ അവർക്ക് ലാഭമേ ഉണ്ടാവൂ. നമ്മൾ എന്തെങ്കിലും കോടാനുകോടി രൂപ ഡൊണേഷനായിട്ട് തരാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ എന്താ പറയുന്നത്?
നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കൂ. അതിലൂടെ ആർക്കാ പ്രയോജനം? നിങ്ങൾക്കാണ് പ്രയോജനം, അത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നമ്മളത് ചിന്തിക്കുന്ന പോലും ഇല്ല. നിങ്ങൾ നന്നാവുന്നതിലൂടെ ഒരു ടീച്ചർ എങ്ങനെയാണോ കുട്ടികളോട് പറയുന്നത്, കുട്ടികൾ പഠിച്ചാൽ ആർക്കാ കൊള്ളാവുന്നത്? കുട്ടികളുടെ ജീവിതം നന്നാവും, അത്രയേ ഉള്ളൂ. നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. ഞാൻ ജപിച്ചാൽ എനിക്ക് കൊള്ളാം. ഞാൻ ഇത്രയും നിങ്ങളോട് ജപം ജപം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജപിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ജപിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജപിക്കണം. ആര് ജപിക്കുന്നോ അവർക്ക് പ്രയോജനം കിട്ടും. ജപിക്കാത്തവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ വലിയ ഭക്തരാണെന്ന് സ്വയം അഹങ്കരിച്ച് ജീവിക്കാനേ പറ്റൂ. ജപിക്കുന്നതിനനുസരിച്ച് യഥാർത്ഥ ഭക്തി എന്താണെന്ന് സ്വയം ഉള്ളിൽ നിന്ന് മനസ്സിലാവും. ഉള്ളിൽ അഹങ്കാരം കാണത്തില്ല. ഞാൻ വെറും ഭഗവാന്റെ മുമ്പിലും ഭക്തന്റെ മുമ്പിലും വളരെ നിസ്സാര വ്യക്തിയാണെന്ന് ഉള്ളിൽ നമുക്ക് തോന്നും. അതാണ് യഥാർത്ഥ ഭക്തി. അല്ലാതെ ജപിക്കാൻ താല്പര്യമില്ലാത്തവർ വെറും അഹങ്കരിച്ച് വലിയ ഭക്തരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കും. അവർ ഭഗവാനോടും ബഹുമാനം കാണത്തില്ല. ഭഗവാന്റെ എല്ലാ സേവനത്തിലും മടിയായിരിക്കും. ഇനി മറ്റുള്ളവരെ ഭക്തരെയും ബഹുമാനിക്കാൻ ഒരിക്കലും അവർക്ക് അറിയത്തില്ല. അവർ സ്വയം മാത്രം വലിയ ഭക്തരായിട്ട് ചിന്തിക്കും. എന്നിട്ട് ലോകത്തുള്ള എല്ലാ ഭക്തരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എല്ലായിടത്തും കുറ്റം മാത്രമേ കാണാൻ പറ്റൂ. അതിലൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കും കേട്ടോ. അല്ലാതെ വേറൊന്നുമില്ല. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ 7 മണിക്ക് സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഗുരു പരമ്പരയുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഭുപാജിയുടെ ഗുരു മഹാരാജിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.